ഇന്നൊരു ടീ കേക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 5 മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ള ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അതിൻ്റെ പകുതി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് 180 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 5 മുട്ടയുടെ മഞ്ഞയാണ് ഓരോന്നും ഇതും ചേർത്ത് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസും പിന്നെ ഒരു നാരങ്ങയുടെ ഫുള്ളായിട്ട് തന്നെ പുറത്തുള്ള തൊലിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 കപ്പ് മൈദാമാവ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും കൂടെ ഒന്ന് അരിച്ച് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കി കുത്തിപ്പിടിച്ചങ്ങ് എടുക്കരുത്, എങ്കിൽ ബാറ്റർ ഒരുപാട് അങ്ങ് താഴ്ന്നു പോകും. പിന്നെ ഒരു 1/4 കപ്പോളം ടൂട്ടി ഫ്രൂട്ടിയിലോട്ട് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഡ്രോപ്സ് ബട്ടർ എസൻസും 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കളറാണ്, ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 9 ഇഞ്ചിൻ്റെ പാനിലേക്ക് ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ തന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 45 തൊട്ട് 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ഒരു ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് കൊടുക്കും.